സുന്ദരി, അറിഞ്ഞില്ലേ? ആളെത്തിയിരിക്കണ്. അഴകുള്ള വീരൻ ഒരുത്തൻ. എല്ലാം കേട്ടറിഞ്ഞു വന്നിരിക്കണ്. കടലിലെ തങ്കക്കല്ല് പോലൊരു അഴകിയ രാസകുമാരൻ. നീ പോ അഴകി പെണ്ണെ. ആള് വന്ന കാര്യം കേട്ടിട്ട് പോ പെണ്ണെ. ആര് വന്ന കാര്യം നീ പറയണത്? രാമേശ്വരം കടപ്പുറത്ത് നിന്ന് ധീരനും വീരനുമായ ഒരാള് വന്നിട്ടുണ്ടേ. വമ്പ ശ്രാവനെ കൊന്ന് ഈ അരയ രാസകുമാരിയെ കെട്ടുകല്യാണം കഴിക്കാൻ. എനിക്കാരും കാണണ്ട. എന്നെ കെട്ടാൻ വരുന്നവർക്കൊക്കെ ആ ശ്രാവിന്റെ ആക്രമണമേറ്റ് മരിക്കാനാണ് വിധി. ആ ശാപം ഏറ്റുവാങ്ങാനൊന്നും ഞാനില്ല അഴകി. എനിക്ക് ഒറ്റത്തടിയായി കഴിഞ്ഞാ മതി. അത് പെരിയോർക്കും പെരിയോരമ്മയ്ക്ക് സങ്കടമാവില്ലേ? വന്നു ചേർന്നിരിക്കുന്ന ആള് വീരനാണ്, സുന്ദരനാണ്. കാണണ്ടേ പെണ്ണിന്? വേണ്ട. വീരനെന്ന് പറഞ്ഞു വരുന്നവരൊക്കെ വീരവാദം മുഴക്കുന്നവരായിരിക്കും. എനിക്കാരെയും കാണണ്ട. നിക്ക് പെണ്ണെ, നിക്ക്. വീരനിൽ വീരനായ അരയൻ കടാപ്പുറത്തുണ്ട്. നിനക്ക് വേണ്ടി സുന്ദരേശ്വരൻ സ്വാമി അയച്ച രാജകുമാരൻ ആളീ കടാപ്പുറത്തുണ്ട്. വാ പെണ്ണെ, ഒരു നോക്ക് കാണണ്ടേ? ഇങ്ങോട്ട് വാ പെണ്ണെ, വാ. ഞാനില്ല. ആ വരുന്നതാ ശ്രാവനെയും കൊന്ന് നിന്നെ കെട്ടാൻ വന്നിരിക്കുന്ന ആള്. വാ. ഇതാ കടാപ്പുറത്തെ സുന്ദരേശ്വരി. നിങ്ങള് വല്ലോ മുണ്ടിയും പറഞ്ഞു ഒക്കെ നിക്കിനപ്പാ. ഞാൻ പോണ്. കാണാൻ ചേലുള്ള മുഖത്ത് കണ്ണീരെങ്ങനെ വന്നു? എന്തിനാ അമ്പരക്കുന്നേ? അര നിമിഷം മതി പുരുഷനൊരു പെണ്ണിന്റെ മുഖം നോക്കി മനസ്സ് വായിച്ചെടുക്കാൻ. സങ്കടത്തിന്റെ കാരണം മനസ്സിലായി. മതിച്ചു പൊളയ്ക്കുന്ന സ്രാവിനെ കൊല്ലാൻ ഈ തുറയില് ഒരരയനില്ലെന്ന സങ്കടമല്ലേ? വിഷമിക്കരുത്. സ്രാവിനെ കൊല്ലാനാ ഈ അരയൻ വന്നിരിക്കുന്നത്. ഈ അരയത്തി പെണ്ണിന്റെ കണ്ണീരൊപ്പാൻ. സുന്ദരിയായി എന്നെ കണ്ടപ്പാ നിങ്ങക്ക് ബുദ്ധിഭ്രമം വല്ലതും ഉണ്ടായോ? പൂ പോലുള്ള പെണ്ണിനെ കണ്ടാൽ ആരും ഭ്രമിച്ചു പോവുമല്ലോ. ഈ മെയ്യഴകൻ വന്നത് സ്രാവിനിരയാകാനല്ല. ഇതിനേക്കാൾ പരാക്രമികളായ സ്രാവുകളെ കൊന്ന് പാരമ്പര്യമുള്ള അരയനാണ് ഞാൻ. കണ്ടറിയാം. കണ്ടറിഞ്ഞോളൂ. സ്രാവിനെ കൊന്നിട്ട് ഞാൻ മടങ്ങി വരും. സുന്ദരി പെണ്ണ് കാത്തിരിക്കണം. നമ്മുടെ കെട്ടുകല്യാണം നടക്കണ്ടേ? കടാലി പോയ മെയ്യഴുകനെയും കാത്ത് തുറയിലെ പാറക്കൂട്ടങ്ങളില് കൊത്തിവെച്ച പാറ പോലെ ഇരിപ്പാ നമ്മുടെ മകള് സുന്ദരേശ്വരി. ശ്രാവിനെയും കൊന്നിട്ട് മെയ്യഴകൻ വരുമ്പോ അവളെ കഴുത്തില് താലി വെക്കണം നേരവും കാത്തിരിക്കുക. മെയ്യഴകനെ മോക്ക് വളരെ ഇഷ്ടപ്പെട്ടിരിക്കുക. മെയ്യഴകനെ ഏത് പെണ്ണാണ് ഇഷ്ടപ്പെടാത്തത്? ശരിക്കും അരയന്റെ പണി അറിയാവുന്നവനാണെന്ന് അവന്റെ മട്ടും ഭാവവും കണ്ടാൽ അറിയാം. അവനെ തോൽപ്പിച്ച് വിഴുങ്ങാനൊന്നും സ്രാവിന് കഴിയില്ല, അതുറപ്പാ. എന്നാലും കടലിൽ പോയ അവനെ കാണുന്നില്ലല്ല. ഞാൻ തുറ വരെ ഒന്ന് പോയമെച്ചും വരാം. കടലമ്മ കനിയട്ടെ. പെരിയോർക്കും പെരിയോരമ്മയ്ക്ക് എന്നെ മനസ്സിലായില്ലേ? സുന്ദരേശിയുടെ മുറച്ചെറുക്കൻ മുനിയാണ്ടിയാ.
മുനിയാണ്ടിയാ? ഹ, എടാ നീ തടിച്ചു കൊഴുത്തു നല്ല ചേലത്ത് അരയനായല്ല. അത് പിന്നെ ഇവനും കുടുംബവും ഈ തുറ വിട്ടു പോയിട്ട് കൊല്ലം 10-20 ആയല്ല. ഹ, എന്നാലും എന്റെ മുനിയാണ്ടി, എന്റെ വകയിലെ ഒരു സഹോദരിയുടെ മകനല്ലേ നീ? ഈ തുറയെന്ന് പുറപ്പെട്ടു പോണേന് മുമ്പ് നിന്റെ അമ്മയ്ക്കെങ്കിലും വന്ന് ഒരു വാക്ക് പറയാമായിരുന്നു. ക്ഷമിക്കണം അമ്മാമേ, ഈ തുറയില് മീനൊന്നും കിട്ടാതെ മുഴുപട്ടിണിയായ സമയത്താ ഞങ്ങൾ തുറവിട്ട് പോയത്. അപ്പൻ്റെ ഒരു സ്നേഹിതൻ ക്ഷണിച്ചിട്ട് പോയതാണേ. സൗകര്യത്തിനൊരു കെട്ടുവള്ളം കിട്ടിയതുകൊണ്ട് യാത്ര ചോദിക്കാനൊന്നും നേരം കിട്ടിയില്ല. അപ്പനും അമ്മയൊക്കെ തിരിച്ചു വന്ന് കേട്ടാ. ഇനി ഞങ്ങൾ ഈ തുറയിൽ തന്നെ കാണും. അതെ, എൻ്റെ മുറപ്പെണ്ണ് സുന്ദരേശ്വരി എവിടെ? അവളാ തുറയിലെങ്ങാണ്ട് പോയിരിക്കാണ്. തുറയിലെങ്ങാണ്ട് പോയെന്നാ? അവള് കടലിലേക്ക് നോക്കി ഒറ്റ ഇരിപ്പാന്ന് കേട്ടല്ല. അവൾ ആരെയാ കാത്തിരിക്കുന്നെന്ന് അറിഞ്ഞു. സുന്ദരേശ്വരിയെ കെട്ടുകല്യാണം കഴിക്കാന്ന് പറഞ്ഞ് എവിടുന്ന് ഒരു പീറ എമ്പോക്ക് ഈ തുറയിൽ വന്ന് അടിഞ്ഞിട്ടുണ്ടെന്നും അറിഞ്ഞു. അവനെ എനിക്കൊന്ന് കാണണം. കാണാവല്ലോ. ആട്ടെ, സ്രാവിന്റെ ചരിത്രമൊക്കെ അറിഞ്ഞാ നീ? അതും അറിഞ്ഞു. സ്രാവിനെ കൊല്ലുന്നവൻ ആരോ അവന് മാത്രമേ സുന്ദരേശ്വരിയെ കെട്ടിച്ചു കൊടുക്കുന്ന പെരിയോരുടെ സത്യം അറിഞ്ഞു. ആശ്വാസം. നിനക്ക് മീൻ പിടിക്കാൻ അറിയാവാ? അറിയാമെന്ന ഏത് മലമറിക്കുന്ന കടലിലും പോയി മീൻ പിടിക്കാൻ ചങ്കൂറ്റുള്ള മുക്കുവനാ ഞാൻ. വളരെ ആശ്വാസം. മലമറിക്കുന്ന കടലിൽ മീൻ പിടിക്കുന്നവന് മലമറിക്കുന്ന സ്രാവിനെയും കൊല്ലാൻ കഴിയുമല്ല. പോയി സ്രാവിനെ കൊന്നു വെച്ചും വാ. സുന്ദരേശ്വരിയെ കയ്യോടെ പിടിച്ചങ്ങ് തന്നേക്കാം. അപ്പൊ സ്രാവിനെ കൊല്ലാതെ പെണ്ണിനെ തരുകല? ഇല്ല. തുറവാഴുന്ന പെരിയോർക്ക് സത്യം പാലിക്കണം മകനെ. പെരിയോരുടെ വാക്കും ചീഞ്ഞളിഞ്ഞ മീനും മുനിയാണ്ടിക്ക് തുല്യമാ. ദേ, ഞാനിപ്പ പഴയ ആപ്പാവുപ്പ മുനിയാണ്ടി അല്ല. ഇഷ്ടം പോലെ പണമുണ്ട് എനിക്ക്. സാധാരണ ഇങ്ങോട്ടാണല്ല സ്ത്രീധനം തരുന്നത്, ഞാൻ അങ്ങോട്ട് തരാം. സുന്ദരേശ്വരിയെ കെട്ടുകല്യാണം കഴിച്ച് തരണേന് പെരിയോർക്ക് എത്ര പണമാ വേണ്ടത്? ചിരിക്കരുത്. പെണ്ണിനെ തന്നില്ലെങ്കിൽ പരുന്ത് മീനിനെ റാഞ്ഞും പോലെ ഞാൻ റാഞ്ചിക്കൊണ്ട് പോയിരിക്കും. പെരിയോരെ, ആഹാ, മെയ്യഴകനാ? ആഴക്കടലിൽ വെച്ച് ആ സ്രാവിനെ ഞാൻ കണ്ടിരുന്നു. അത്രയും അപകടകാരിയായ സ്രാവിനെ ആദ്യ നോട്ടത്തിൽ തന്നെ ആക്രമിക്കുന്നത് ബുദ്ധിയല്ല പെരിയോരെ. സ്രാവിന്റെ നീളം, വീതി, കൊമ്പിന്റെ മൂർച്ച, ഊളിയിട്ട് പോകുമ്പോഴുള്ള വേഗത, വാലടിക്കുമ്പോൾ ഉയർന്നു പൊങ്ങുന്ന വെള്ളത്തിന്റെ അളവ്, ഇതൊക്കെയും മുൻകൂട്ടി നിരീക്ഷിച്ചിട്ടേ ആക്രമിക്കാവൂ. അപ്പൊ സ്രാവിനെ കൊന്ന് പെരിയോരുടെ മോളെ കെട്ടാൻ വന്ന വീരൻ നീയാണ്? അതെ. മുനിയാണ്ടി ചേട്ടൻ എപ്പോ വന്നു? നിനക്കെങ്ങനെ എന്റെ പേരറിയാം? തുറയിലെങ്ങും മുനിയാണ്ടി ചേട്ടന്റെ പേരെ കേൾക്കാനുള്ളൂന്നേ. കൊലകൊമ്പൻ സ്രാവിനെ കൊല്ലാൻ മുനിയാണ്ടി ചേട്ടന് മാത്രമേ കഴിയുമെന്ന് അരയന്മാരുടെ പരക്കെയുള്ള അഭിപ്രായം. അഭിപ്രായം കേട്ടല്ല. അപ്പൊ ഈ മുനിയാണ്ടിയുടെ ബലം നിനക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഞാൻ ജീവിച്ചിരിക്കുമ്പോ സുന്ദരേശ്വരിയെ കെട്ടാമെന്ന നിന്റെ മോഹം നടക്കില്ല. എത്രയും പെട്ടെന്ന് നീ തുറ വിട്ടു പോക്കോണം. പോകാമല്ലോ. ആ, ചേട്ടൻ സ്രാവിനെ കൊന്നിട്ട് കരയിലെത്തണം. എന്നിട്ട് പാദങ്ങളിൽ വീണെനിക്ക് നമസ്കരിക്കണം. എന്നിട്ട് ചേട്ടനും സുന്ദരിയും തമ്മിലുള്ള കെട്ടുകല്യാണം കണ്ടിട്ടേ ഞാൻ ഈ തുറവിട്ട് പോകുന്നുള്ളൂ. അതൊക്കെ കൊള്ളാം. പക്ഷെ പറയുന്ന അനുസരിച്ചില്ലെങ്കിൽ കടൽക്കരയിൽ പൊന്തുന്നത് സ്രാവിന്റെ ജഡമല്ല, നിന്റെ ജഡമായിരിക്കും. മകനെ, കടലിൽ സ്രാവിന്റെ ഭീഷണി, കരയിൽ സ്രാവിനേക്കാൾ അപകടകാരിയായ ഇവന്റെ ഭീഷണി. ഈ രണ്ട് ഭീഷണികളും അവസാനിക്കാൻ അധികകാലമൊന്നും വേണ്ട പെരിയോരെ. കടലിലും കരയിലും സമാധാനം നിറച്ചിട്ടേ ഞാൻ തുറവിട്ട് പോകുന്നുള്ളൂ. ആശ്വസിക്കും പെരിയോരെ. മുനിയാണ്ടി ചേട്ടനോ? എന്താ
സ്രാവിനെ കൊല്ലാൻ കടലിൽ പോകുന്നില്ലേ? നിന്നോട് ഈ തുറ വിട്ടു പോണമെന്ന് ഞാൻ പറഞ്ഞതല്ലടാ. ചേട്ടൻ സ്രാവിനെ കൊന്ന് സുന്ദരേശ്വരിയെ കെട്ടുകല്യാണം കഴിച്ചിട്ടേ ഞാൻ പോകുന്നുള്ളൂ. അല്ലാതെ നീ പോവില്ല? ഇല്ല. ഉം. തൽക്കാലം തോറ്റു കൊടുക്കുക തന്നെ. ഇവന്റെ ഊറ്റം അല്പം കൂടി ഒന്ന് കൂടട്ടെ. കണ്ടില്ലേ, സ്രാവിനെ കൊല്ലുമെന്ന് വീമ്പിളക്കിയ മല്ലപ്രമാണിയുടെ കിടപ്പ്. ഞാനന്ന് ഞോടിച്ചതേ ഉള്ളൂ. വെട്ടിയിട്ട മാതിരി പൊത്തോന്ന് വീണു. എടാ, അല്പപ്രാണിയായ നീ കടലിൽ പോയാ കൊമ്പൻ സ്രാവിനെ പോയിട്ട് ഒരു മാനത്ത് കണ്ണിയെ പോലും കൊല്ലാൻ കഴിയില്ല. മര്യാദയ്ക്ക് പോയില്ലെങ്കിൽ എടുത്ത് കടലിലെറിയും ഞാൻ. സ്രാവിനെ കൊല്ലാൻ വന്നവനെ സ്രാവ് തന്നെ തിന്നട്ടെ. അത് നടക്കുന്ന കാര്യമാണോ? ആ, ഉം. പെരിയോരെ, പെരിയോരെ, എന്താണ്? എന്ത് പറ്റി? ആ മെയ്യഴകനെ മുനിയാണ്ടി പുതിരെ തല്ലി. മെയ്യഴകൻ കടപ്പുറത്ത് ബോധം കെട്ട് കിടപ്പാ. ചെറിയ അനക്കേ ഉള്ളു. തട്ടിപ്പോവുന്ന എല്ലാരും പറയണേ. എന്റെ സുന്ദരേശ്വര സ്വാമി, ഈ തൊരയെ രക്ഷിക്കേണ്ട ആ സാധുവിനെ ആ പരമദ്രോഹി കൊന്നോ? സുന്ദരേശ്വരി മോളെ ഇതറിഞ്ഞ ചങ്കു പൊട്ടിച്ചാവുമല്ല. മീനാക്ഷി അമ്മേ, ഇതെന്തൊരു പരീക്ഷണം. നിങ്ങ ചെല്ല്. തൽക്കാലം സുന്ദരേശ്വരി മോള് ഇതറിയണ്ട. നമുക്ക് തൊറയിലേക്ക് പോകാം. എന്റെ സുന്ദരേശ്വര സ്വാമി, വെക്കാം വാ. അപ്പാ, അപ്പനും അമ്മ ഇത് എങ്ങോട്ടാണ്? അത് പിന്നെ തൊറ വരെ അത്യാവശ്യമായിട്ട് പോണം. മെയ്യഴകന്റെ ജഡം കാണാനാണ്. അപ്പനും അമ്മയും ഇത്രയ്ക്ക് ശുദ്ധഗതിക്കാരായി പോയല്ല. മെയ്യഴകനെ കൊല്ലാന് ഒരു ശക്തിക്കും സാധ്യമല്ല. അത് നിനക്കെങ്ങനെ അറിയാൻ പെണ്ണേ? ആഴക്കടലിൽ വെച്ച് മെയ്യഴകൻ സ്രാവിനെ കണ്ടതാണല്ല. സ്രാവ് മെയ്യഴകനെയും കണ്ട്. കൊലകൊല്ലി സ്രാവ് എന്തുകൊണ്ട് മെയ്യഴകനെ ആക്രമിച്ചില്ല? മെയ്യഴകന്റെ ശക്തിയും ശൗര്യവും സ്രാവിനും അറിയാം. ആ മുനിയാണ്ടി ഇന്നലെ ഇവിടെ വന്നിരുന്ന മകളെ മെയ്യഴകനെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയിട്ടാണ് പോയത്. ഭീഷണി മുഴക്കുന്നതേ ഭീരുക്കളാണപ്പാ. മെയ്യഴകൻ ഒരു ആപത്ത് സംഭവിച്ചിട്ടില്ല. സംഭവിച്ചു. അറിഞ്ഞില്ലേ? മെയ്യഴകൻ ചത്തു. നീ എന്താണ് ഈ പറയണത്? അങ്ങനെ സംഭവിക്കാൻ യാതൊരു സാധ്യതയില്ല. സ്രാവിനെയും കൊന്ന് പെണ്ണിനെയും കെട്ടിക്കൊണ്ടുപോവാൻ വന്ന വീരശൂര പരാക്രമി. അവൻ വെറും പൊള്ളയാണ് പെരിയോരെ. ഒരു തട്ടും മറ്റൊരു മുട്ടും കൊടുത്തതേ ഉള്ളൂ. നിലത്ത് വീണ് ചാള പിടയ്ക്കുമ്പോൾ ഒരു പെടയിലായിരുന്നേ. അതോടെ ബോധം കെട്ടു. പിന്നെ അധികം കഴിഞ്ഞില്ല, ജീവനും പോയി. അല്ല, നീ ചാകര പോലെ നെഞ്ചിലേറ്റിക്കൊണ്ട് നടന്നതാണല്ലോ അവനെ. അവൻ ചത്തു മരിച്ചിട്ടും നിനക്ക് സങ്കടമൊന്നും ഇല്ലേ പെണ്ണേ? ചത്തത് ശരിക്കും മെയ്യഴകൻ തന്നെയാണോ? അതെ, അത് ഉറപ്പുവരുത്തിയിട്ടല്ല ഞാൻ വരുന്നത്. പെരിയോരെ, ഇനി പറഞ്ഞ വാക്ക് പാലിക്കണം. തൊറയിലെ നടപ്പ് പ്രകാരം സുന്ദരേശ്വരിയെ നിങ്ങളുടെ സമ്മതത്തോടെ കെട്ടണോ അതോ മുഷ്ക് കാട്ടി കെട്ടണോ? ഒരു തരത്തിലും നീ കെട്ടണ്ട. ഇനി അഥവാ നീ സ്രാവിനെ കൊന്നമിച്ചു വന്നാലും എന്റെ മകളെ നിനക്ക് തരാൻ പോണില്ല. ദൈവദോഷിയും പരമനീചനുമാണ് നീ. ഈ ജന്മ എന്റെ മകളെ നിനക്ക് കിട്ടത്തില്ല. മര്യാദയ്ക്ക് പടിയിറങ്ങി പോയിക്കോണം. വലിയ പണക്കാരനല്ലേ, പോയി വല്ല കോടീശ്വരിയും കെട്ടിക്കോ. അപ്പം മുഷ്ക് കാട്ടിയേ പറ്റൂ. സുന്ദരേശ്വരി, എന്റെ കൂടെ വരാനാ പറഞ്ഞത്. നിൽക്ക്. നീ ചത്തില്ലേ? എന്റെ അടിയേറ്റ് വീണ് നീ ചത്ത് കിടക്കുന്ന കണ്ടിട്ടാണല്ല ഞാൻ വന്നത്. ചേട്ടൻ എന്താണ് ഈ പറയുന്നത്? ഞാനിന്ന് മുനിയാണ്ടി ചേട്ടനെ കണ്ടിട്ടേ ഇല്ല. ചേട്ടൻ എന്നെ തല്ലിയിട്ടുമില്ല. ഞാൻ സ്രാവിനെ വേട്ടയാടാൻ കടലിൽ പോയിരിക്കായിരുന്നു പെരിയോരെ. ഇന്നും സ്രാവിനെ കൊല്ലാൻ കഴിഞ്ഞില്ല. മകനെ, ഇവൻ സുന്ദരേശി മകളെ തട്ടിക്കൊണ്ടു പോകാൻ വന്നിരിക്കുകയാണ്. അത് അനുവദിക്കരുത്. ഇല്ല, അനുവദിക്കില്ല.
സ്രാവിനെ കൊല്ലുന്നവനെ സുന്ദരേശ്വരിയെ കൊടുക്കൂ എന്ന പെരിയോരുടെ ശബ്ദം തെറ്റിക്കാൻ ആരെ അനുവദിക്കില്ല. ഞാൻ ഇവാളെ കൊണ്ടുപോയിരിക്കും. എന്നാ മെയ്യഴകന്റെ കൈക്കരുത്ത് മുനിയാണ്ടി അറിഞ്ഞിരിക്കും. ചേട്ടാ, എന്റെ ശക്തിയുള്ളൊരു വെട്ട് സ്രാവിന് കൊണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇനി വലിയ പരാക്രമങ്ങളൊന്നും സ്രാവ് കാണിക്കില്ല. ചേട്ടൻ പോയി സ്രാവിനെ കൊന്നുകൊണ്ടുവാ. പെരിയൊരു സുന്ദരേശ്വരിയെ കെട്ടിത്തന്നിരിക്കും. മകനെ, സ്രാവിനെ കൊന്നാലും സുന്ദരേശ്വരി എനിക്ക് തരില്ലെന്നല്ലേ പെരിയൂര് പറയുന്ന വാക്ക്. അങ്ങനെ ഒരു സത്യലംഘനം നടത്താൻ പെരിയോരെ ഞാൻ അനുവദിക്കില്ല. ചേട്ടനാദ്യം സ്രാവിനെ കൊന്നിട്ട് വാ. ശരി, ഞാൻ കടലിൽ പോവുകയാണ്. സ്രാവിന്റെ ജഡവും കൊണ്ടേ വരൂ. വാക്ക് പാലിച്ചിരിക്കണം. മകനെ, സുന്ദരേശ്വരി മോളെ ആ തെമ്മാടിക്ക് കൊടുക്കാൻ ഞങ്ങൾക്ക് മനസ്സനുവദിക്കുന്നില്ല കേട്ടാ. മകള് അവൻ വാ. കടാലിൽ പോയി വരണേന് മുമ്പ് നീ ഇവിടെ താലി കെട്ടിക്കൊണ്ട് പൊയ്ക്കോ. എനിക്കും അങ്ങനെ ഒരു അപേക്ഷയുണ്ട് മകനെ. പെരിയോരും അമ്മയും വിഷമിക്കാതെ. മുനിയാണ്ടി സ്രാവിനെ കൊല്ലാനും പോകുന്നില്ല, സുന്ദരിയെ കെട്ടാനും പോകുന്നില്ല. അപ്പൊ പിന്നെ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് കാത്തിരുന്ന് കണ്ടോളൂ.